പ്രണയിനി ഭാഗം 25. ബെഡിൽ അവശതയോടെ കിടക്കുന്ന ആരുവിൻ്റെ അരികിൽ ഇരിക്കുകയാണ് അപ്പുവും കീർത്തുവും. എഡ്ഡിയാണെങ്കിൽ പുറത്തു നിൽക്കുകയാണ്. എന്തുകൊണ്ടോ അവൻ അകത്ത് വന്നതേ ഇല്ലായിരുന്നു. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് BP ലോ ആണെന്ന് പറഞ്ഞപ്പോഴായിരുന്നു മൂവർക്കും സമാധാനമായത്. അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാത്തതിനാൽ ട്രിപ്പിട്ട് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു അവർ ആരു ഉണരുന്നത് നോക്കിയിരുന്നത്. കുറച്ചു നേരത്തിന് ശേഷം പതിയെ കണ്ണ് ചിമ്മി തുറന്ന് ആരു കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന കീർത്തുവിനെയും അപ്പുവിനെയുമാണ്. അപ്പോഴാണ് അവൾക്ക് ബോധം പോകുന്നതിന് മുമ്പേ നടന്നതൊക്കെ ഓർമ്മ വന്നത്. വിറയലോടെ ചാടി എഴുന്നേറ്റ് കൊണ്ടവൾ ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി ഹോസ്പിറ്റലിലാണ് താനിപ്പോൾ ഉള്ളത് എന്ന്. പക്ഷേ അപ്പോഴും അവളുടെ മിഴികൾ കീർത്തുവിൻ്റെ ഫോണിന് വേണ്ടി അവിടെയുള്ള ടേബിളിലും കീർത്തുവിൻ്റെ കയ്യിലുമൊക്കെ പിടച്ചലോടെ ഓടി നടക്കുന്നത് സംശയത്തോടെ അപ്പു നോക്കുന്നുണ്ടായിരുന്നു. ആരു, നിനക്കെന്താ പറ്റിയത്? പേടിപ്പിച്ച് കളഞ്ഞല്ലോ പെണ്ണേ നീ. ആരുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കീർത്തു പറഞ്ഞപ്പോൾ ആയിരുന്നു അവൾ അവരെ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചത്. രണ്ടുപേരുടെയും മുഖമൊക്കെ വല്ലാതെ ആയിട്ടുണ്ട്, ആകെ ക്ഷീണിച്ച പോലെ. അത് ഞാൻ പെട്ടെന്നെന്തോ തല കറങ്ങുന്ന പോലെ തോന്നി. താഴെ നോക്കിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞപ്പോൾ അപ്പു ഒന്നും മിണ്ടാതെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒന്നും മിണ്ടാതെ അപ്പുവിൻ്റെ നെഞ്ചിൽ മുഖമമർത്തിയിരിക്കുമ്പോൾ ആരുവിൻ്റെ ചെവിയിൽ നന്ദൻ്റെ ശബ്ദം മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. അസ്വസ്ഥതയോടെ ഇരിക്കുമ്പോഴായിരുന്നു എഡ്ഡിയെപ്പറ്റി അവൾക്ക് ഓർമ്മ വന്നത്. ഇച്ചായൻ എവിടെ? ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് ആരു ചോദിച്ചപ്പോൾ അപ്പു പുറത്തേക്ക് കണ്ണു കാണിച്ചു. അത് കണ്ടപ്പോൾ ആരുവിൻ്റെ മുഖം വാടി. മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വന്ന് പൊതിയും പോലെ. പുറത്തുണ്ടായിട്ടും എന്താ അകത്തേക്ക് വരാഞ്ഞത്? എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടായി കാണുമോ? അതോ ആ ഫോൺ, അതിൽ പറയുന്നത് എഡിച്ചൻ കേട്ട് കാണുമോ? മനസ്സിൽ പലവിധത്തിലുള്ള ചിന്തകളുമായി അവൾ അങ്ങനെ തന്നെ ഇരുന്നു പോയി. ഞാൻ പോയി ചേട്ടായിയെ കൂട്ടിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ പെണ്ണ് ഇങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ. ആരുവിൻ്റെ ഒന്നും മിണ്ടാതെയുള്ള ഇരുത്തം കണ്ടപ്പോൾ കീർത്തു ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് എഴുന്നേറ്റു. അത് കേട്ടപ്പോൾ ആരുവിൻ്റെ മിഴികൾ ഡോറിന് നേരെയായി. ആരുട്ടി, ഏട്ടനോട് പറ, എന്താ മോൾക്ക് പറ്റിയത്? കീർത്തു പോയി കഴിഞ്ഞപ്പോൾ ആരുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു ഗൗരവത്തോടെ ചോദിച്ചപ്പോൾ അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. നീ ക്ഷീണമായി വീണത് തനിയെ നടന്ന ഒന്നല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കാരണം നീ പറയില്ല എന്ന് എനിക്കറിയാം. വരട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇപ്പോൾ ഒന്നിനെ പറ്റിയും ആലോചിക്കണ്ട കേട്ടോ. അപ്പു അത് പറഞ്ഞപ്പോൾ ആരു പതിയെ തലയാട്ടുക മാത്രം ചെയ്തു. പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അപ്പുവിൻ്റെ മനസ്സിൽ ആ കാര്യം എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണെങ്കിൽ ആരുവിൻ്റെ ഉള്ളിൽ ഇവർ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ആ ഫോണിലെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നായിരുന്നു. കാരണം ഇനിയും അതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ വഴക്കിടുന്നത് കണ്ടു നിൽക്കാൻ അവൾക്ക് ആവുമായിരുന്നില്ല. ആ സമയം തന്നെയായിരുന്നു കീർത്തു എഡ്ഡിയെയും കൂട്ടി അകത്തേക്ക് വന്നത്. ദേ, ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ ആകെ സങ്കടത്തിൽ നിൽപ്പായിരുന്നു. പിന്നെ ആരു എഴുന്നേറ്റു എന്നറിഞ്ഞപ്പോഴാണ് ഒന്ന് വന്നത് തന്നെ. കീർത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആരു എഡ്ഡിയെ നോക്കി. എന്നാൽ അവൻ്റെ ശ്രദ്ധ അവളിൽ ഇല്ലെന്ന് കണ്ടപ്പോൾ ആരു ഞെട്ടലോടെയായിരുന്നു അവനെ നോക്കിയത്. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങൾ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരാം. പരസ്പരം നോക്കാതെ ഇരിക്കുന്ന എഡ്ഡിയെയും ആരുവിനെയും നോക്കി അപ്പു പറഞ്ഞു. ശേഷം ആരുവിനെ പതിയെ ബെഡിൽ കിടത്തിക്കൊണ്ട് അപ്പു എഴുന്നേറ്റ് കീർത്തുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എഡ്ഡിയോട് പറഞ്ഞു പുറത്തേക്ക് നടന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഡോർ പോയി അടച്ചുകൊണ്ട് എഡ്ഡി ആരുവിൻ്റെ അടുത്തേക്ക് നടന്നു. ഒന്നും മിണ്ടാതെ അവൾക്കരികിൽ ഇരിക്കുന്നവനെ ആരു വിതുമ്പുന്ന ചുണ്ടുകളോടെ നോക്കി. എഡ്ഡിച്ച, ഞാൻ. ആരു അവനെ നോക്കി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ എഡ്ഡി അവൾക്കരികിൽ കിടന്നുകൊണ്ട് ആരുവിൻ്റെ കഴുത്തിൽ മുഖം പോഴ്ത്തിയിരുന്നു. കഴുത്തിൽ കണ്ണുനീരിൻ്റെ നനവറിഞ്ഞപ്പോൾ ആരു പിടച്ചലോടെ അവൻ്റെ മുഖം ഉയർത്താൻ ശ്രമിച്ചുവെങ്കിലും അതിന് സമ്മതിക്കാതെ എഡ്ഡി അവിടെ മുഖം അമർത്തി കിടന്നു. അവൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നത് ആരു അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്ന് നോർമൽ ആകുന്നതുവരെ അവൾ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. കുറച്ചു നേരത്തിന് ശേഷം എഡ്ഡി ഒന്ന് ഓക്കെ ആയപ്പോൾ ആരു അവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്താ ഒരു വിഷമം പോലെ? ആരു അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് അസ്വസ്ഥതയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം ഞാൻ ഇല്ലാതായതുപോലെ തോന്നി ആദ്യ. നീ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ തൊട്ട് ഇവിടെ എത്തുന്നത് വരെ എനിക്കൊരു സമാധാനവും ഇല്ലായിരുന്നു. എന്താ ബൊമ്മക്കുട്ടി നിനക്ക് പറ്റിയേ? ആരുവിൻ്റെ കവിളിൽ കൈവച്ചുകൊണ്ട് എഡ്ഡി ചോദിച്ചപ്പോൾ അവൾ ഉത്തരമില്ലാതെ അവനെ നോക്കി. പറ ആദ്യ, ഞങ്ങളാരും അറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ വേറെ വല്ലതുമാണോ? ആരുവിൻ്റെ പിടയ്ക്കുന്ന മേഖലയിലേക്ക് നോക്കിക്കൊണ്ട് എഡ്ഡി ഗൗരവത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, എന്തോ ക്ഷീണമായതാ. മനസ്സിൽ എഡ്ഡിയോട് 1000 വട്ടം മാപ്പ് പറഞ്ഞുകൊണ്ടായിരുന്നു ആരു അത് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ എഡ്ഡി ഒന്നും മിണ്ടാതെ അവളെയും ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ കിടന്നു. ക്ഷീണം കാണും എൻ്റെ ബൊമ്മക്കുട്ടിക്ക്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കുറച്ചു നേരം ഉറങ്ങാട്ടോ.
ആരുൻ്റെ നെറ്റിയിൽ ചുംബിച്ചു കൊഞ്ചിച്ചുകൊണ്ട് എഡ്ഡി പറഞ്ഞപ്പോൾ അവളും ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി. ഇതേസമയം ക്യാൻറ്റീനിൽ ആരുവിനെ പറ്റി സംസാരിക്കുകയായിരുന്നു കീർത്തുവും അപ്പുവും. ആരു എന്തെങ്കിലും പറഞ്ഞോ അപ്പുവേട്ടാ? കീർത്തു അപ്പുവിനെ നോക്കി ചോദിച്ചു. ഇല്ലടാ, അവൾക്ക് ക്ഷീണമായി വീണത് തന്നെയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല, എന്തോ നടന്നിട്ടുണ്ട്. അപ്പു തൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ തന്നെ കീർത്തുവിനോട് പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നുന്നു. എന്നാലും എന്തായിരിക്കും? ഞങ്ങൾ കിച്ചണിൽ നിന്ന് സംസാരിക്കുമ്പോൾ പോലും അവൾക്കൊന്നുമില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഫോൺ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ. കീർത്തു സങ്കടത്തോടെ പറഞ്ഞപ്പോൾ അപ്പുവിൻ്റെ മനസ്സിൽ പല സംശയവും രൂപപ്പെടാൻ തുടങ്ങി. വേഗം തന്നെ അവൻ പോക്കറ്റിൽ നിന്ന് കീർത്തുവിൻ്റെ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കാണുന്നത് ശില്പ അയച്ച വീഡിയോ ആണ്. സംശയത്തോടെ രണ്ടുപേരും അത് ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ കുടിച്ച് വെളിവില്ലാത്ത അവസ്ഥയിൽ നന്ദൻ ഓരോന്നും പറയുന്നത് കേട്ടപ്പോൾ കീർത്തവും അപ്പുവും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചുകൊണ്ട് നിന്നുപോയി. അത് കേട്ടപ്പോൾ തന്നെ ആരുവിന് അങ്ങനെ വരാനുള്ള കാരണം ഇതാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഇതൊക്കെ കണ്ടും കേട്ടും അവർക്ക് പിറകിലായി എഡ്ഡിയും നിൽപ്പുണ്ടായിരുന്നു. ഏറെ നേരമായിട്ടും അവരെ കാണാതെ വന്നപ്പോൾ തൻ്റെ നെഞ്ചിൽ ഉറങ്ങിക്കിടക്കുന്ന ആരുവിനെ പതിയെ ബെഡിൽ കിടത്തിക്കൊണ്ട് അവരെ അന്വേഷിച്ച് വന്നതായിരുന്നു എഡ്ഡി. ആ വീഡിയോ കാണുന്തോറും അവന് ദേഷ്യം വരാൻ തുടങ്ങി. നന്ദനെ കൊന്നാലും തീരാത്തത്ര ദേഷ്യം. പക്ഷെ അതിനേക്കാൾ അവനെ ദേഷ്യം പിടിപ്പിച്ചത് ആരു കള്ളം പറഞ്ഞതോർത്താണ്. എല്ലാം കൊണ്ടും ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയ അവൻ അവർ കാണാതെ അവിടെ നിന്നും വേഗത്തിൽ ആരുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇതേസമയം കുടിച്ചതിൻ്റെ കെട്ടൊക്കെ വിട്ടതിന് ശേഷം മനസ്സിൽ പലതും കണക്ക് കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നന്ദൻ. ആരുവിന് വയ്യാതായതും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുമൊക്കെ ശില്പ പറഞ്ഞറിഞ്ഞപ്പോൾ തന്നെ അവൻ വേഗം അവിടെ നിന്നും ഇറങ്ങിയിരുന്നു. എങ്ങനെങ്കിലും ആരുവിനെ കണ്ട് സംസാരിക്കണം എന്ന് മാത്രമേ അപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ.